നമ്മൾ ഈ ജയിലിൽ കിടന്ന് എത്ര കാലാടി കഷ്ടപ്പെടുന്നത്. എനിക്ക് മടുപ്പ് വന്നില്ല ഇങ്ങനെ ഇവിടെ പണിയെടുത്തിട്ട്. അതങ്ങനെയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ജയിലിൽ വന്നത്. കഷ്ടപ്പെട്ടില്ല പിന്നെ ജയിലിൽ വന്നെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടോ. അതെങ്ങനെ? ഇപ്പൊ എന്റെ സ്വഭാവം നിനക്കറിയാലോ. പാലില്ലാതെ വന്നപ്പോ സ്വന്തമായിട്ട് പശുവിനെ വളർത്തിയവനാണ് ഞാൻ. അത് നല്ല കാര്യല്ലേ. കോഴിമുട്ടക്ക് വില കൂടിയപ്പോ സ്വന്തമായിട്ട് കോഴിനെ വളർത്തിയവനാണ്. ഓ അടിപൊളി, നല്ല കാര്യം ആണല്ലോ. അതെ. മദ്യത്തിന് വില കൂടിയപ്പോ സ്വന്തമായിട്ട് വാറ്റിയവനാണ് ഞാൻ. നമ്മൾ ഈ സാധനത്തിന് വില കൂടിയപ്പോ സ്വന്തമായിട്ട് കൃഷി ചെയ്തവനാണ് ഞാൻ. അങ്ങനെയാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അങ്ങനെയാണല്ലോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം, അല്ലാണ്ടൊന്നും ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടൂല. അയ്യോ, വർത്താനം കേട്ടാത്തൊന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന് വലിയ ഉദ്യോഗസ്ഥനാണെന്ന്. പിന്നെ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ. എന്റെ ഭാര്യയുടെ പേരെന്താ? ആശ. ആശ? എല്ലാവർക്കും ആശയാണ്. അതല്ല, എന്റെ ഭാര്യയുടെ പേരാണ് ആശ. അതെയല്ലേ. എന്ത് ചെയ്യുന്നു ആശ? വർക്കറാണ്. എന്ത് വർക്ക്? ആശ വർക്കറാണ്. അല്ല, ആശ എന്ത് വർക്ക് ചെയ്യുന്നെന്ന്? ആശ വർക്കറാണ്. അത് മനസ്സിലാവണ്ടേ? അതെ. എടാ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അയ്യോ, ഒന്നും പറയണ്ടാ. ഞാനൊരു 12,000 രൂപ ലാഭിച്ചതാണ് പ്രശ്നമായത്. 12,000 രൂപ ലാഭിക്കാൻ പറഞ്ഞ ജയിലിലേക്കല്ലേ പോകുന്നത്? എടാ, മദ്യം വെച്ച് വാഹനം ഓടിച്ച് എത്ര രൂപ പിഴ? 10,000 രൂപ. 10,000 അല്ലേ? എന്നിട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ എത്ര രൂപ പിഴ? 2,000 രൂപ. ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചോണ്ടിരിക്കല്ലേ പോലീസുകാർ കൈ കാണിച്ചു, ഞാൻ നിർത്താണ്ട് പോയി. എത്ര രൂപ ഞാൻ ലാഭിച്ചു? അപ്പൊ നീ 12,000 രൂപ ലാഭിച്ചില്ലേ? 12,000 ലാഭിച്ചു. അതല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അപ്പൊ നീ അങ്ങനെ ജയിലിൽ പോയി? അതല്ലേ പറഞ്ഞത്. ഈ ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോ ഒരു തട്ടുകടക്ക് മുമ്പിൽ ഒരാൾ ഇരുന്നിട്ട് പുട്ടും മൊട്ടയും തട്ടിക്കൊണ്ടിരിക്കുക. എന്റെ വണ്ടി തട്ടുകട തട്ടി, അയാളും തട്ടി. അയാള് തട്ടിപ്പോയി. അയ്യോ, ഞാൻ ജയിലിൽ പോയി. എന്നിട്ട് അപ്പൊ നിങ്ങളുടെ ഭാര്യ ആരുടെയോ കൂടെ പോയി. എടാ പ്രാസപ്രിയ, നീ അത് പറഞ്ഞു ഒപ്പിച്ചോണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജയിലിൽ ഒരു 10 വർഷം കൂടെ കിട്ടിയേനെ. അല്ല, അത് നിന്റെ പ്രാസം അത്രയ്ക്ക് നീണ്ടുപോയല്ലോ. അതല്ലേ, 10 വർഷം കിട്ടുമോന്ന് അറിയില്ല. ഇപ്പൊ ബംഗാളികളൊക്കെ ജയിലിലേക്ക് വന്നോണ്ടിരിക്കുക, അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട്. അങ്ങനെ ഒരു കേസുണ്ട്. ഈ ഇപ്പം കേരളത്തിൽ ഒന്നാമത് ബംഗാളികള്, പിന്നെ ഉള്ള ബംഗാളി ജയിലും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ല, ഞാനിത് ആലോചിക്കുന്നത്, ഈ ബംഗാളികൾ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടാ? ബംഗാളിനകത്ത് സ്ഥലമുണ്ട്. ഏതാ? ബംഗാള്. അവരെല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നില്ലേ? അത് ശരി. അതെ, നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഒന്നിനും ഒരു മുട്ടുമില്ല അല്ലേ? ഒന്നിനും ഒരു മുട്ടില്ല. അങ്ങനെ അങ്ങനെ ചോദിച്ചെന്നാ? അല്ല, നിനക്കൊരു മുട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാ സംഭവം അറിയാമോ? എന്റെ സെല്ലിൽ കിടക്കണ ആ കൂട്ടുപ്രതി ഇല്ലേ, അവൻ ഈ രാഷ്ട്രീയ തടവുകാരനാണല്ലോ. അപ്പൊ അവൻ ഒരു ദിവസം പറയണം, മര്യാദക്കല്ലേ നിന്റെ കാല് തല്ലി ഓടിക്കുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞ പിന്നെന്തിന് നിങ്ങൾ അവന്റെ മുമ്പ് ചെന്ന് നിന്നേ? നിങ്ങൾക്ക് സൂപ്രണ്ടിന്റെ അടുത്ത് പരാതി പറയായിരുന്നില്ലേ? സൂപ്രണ്ടിടയ്ക്ക് പരാതി കൊടുത്തപ്പോൾ അങ്ങനെയാണ് ഇത് തല്ലി ഓടിച്ചത്. തല്ലി ഓടിച്ചത് അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ തടവുകാരെന്നൊക്കെ പറയുമ്പോൾ ജയിലിൽ വരുന്നത് സുഖവാസ കേന്ദ്രമായിട്ടാണ്, അവിടെ റിസോർട്ടാണത്, അവിടെ നേരെ ഒന്നും പറയില്ലേന്ന്. അതെയാ? നമുക്കൊന്നും ഒരു വിലയില്ല, രാഷ്ട്രീയ തടവുകാർക്കാണ് ഇവിടെ വില. അത്രയും നമ്മൾ പണിയെടുത്ത സൂപ്രണ്ട് വരുന്നുണ്ട്, അയാൾക്കിട്ട് പണി കൊടുക്കണം. ഇനിയിപ്പൊ അയാള് പണിയെടുക്കണ ചുമ്മാ വർത്താൻ പറഞ്ഞിരിക്കണ രണ്ടുപേരും. നല്ല പണിയാ, നല്ല. ആനപ്പനിക്ക് വന്നടാ, ആനപ്പനിക്ക് വന്നേ. വേണ്ട, മറ്റേ കാലം വലിയ അടിക്കാനല്ലേ. നീക്ക് വന്നടാ, അതെ ഞാൻ അങ്ങോട്ട് വരാ. അയ്യോ വേണ്ട സാറ്, ഞാൻ അവിടെ നിന്നോളാം, കുഴപ്പമില്ല. എടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മറ്റേ കേസല്ലേ? ഏത് കേസ്? സാറിന്റെ മറ്റേ ഇത് മൃദുല, മറ്റേ എടാ, ഇത് നിനക്ക് ഗുണമുള്ള കേസാണ്. ഓ, പിന്നെ നിങ്ങളുടെ കേസിലൊക്കെ എനിക്കതൊന്നും നമ്മളെ കയ്യിൽ ഇടപെടില്ല. എടാ, ഇതൊന്നും അല്ല. എടാ, നിന്റെ ശിക്ഷ കഴിഞ്ഞു, ശിക്ഷാ കാലാവധി കഴിഞ്ഞു, നീ നാളെ റിലീസ് ആവുകയാണ്. സന്തോഷിച്ചല്ല, എന്റെ കാലം ഒന്ന് ഷൂട്ട്സ് എടുക്ക് സാറേ. എന്നാ ചവിട്ടിയാന്നറിയാം. എനിക്കൊന്ന് ആഹ്ലാദിക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നു. ഇങ്ങനെ വെക്കാനായിട്ട് ആ ഫ്ലോയിങ് പുള്ളി കളഞ്ഞു. കാരണം നേരാണ്, ഞാൻ നാളെ സംഭവം നാളെ നീ രാവിലെ റിലീസ് ആവുകയാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാ, നാട്ടിൽ പോയി പണിയെടുത്ത് സുഖമായിട്ട് ജീവിച്ചോളാം. ഇനി മേലാൽ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. എന്റെ സ്വഭാവം ഇടിച്ചു കേട്ടാ, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇല്ല, ഞാൻ നാട്ടിൽ പോയി ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നോണ്ട് കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ട് വരണ്ടേ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയെങ്കിലും നാട്ടിൽ പോയി പണിയെടുത്ത് ജീവിക്കും. നീ ഇങ്ങോട്ട് വരേക്കുമ്പോ നിനക്ക് എന്തായിരുന്നു ജോലി അവിടെ? ഡ്രൈവിംഗ് സ്കൂളായിരുന്നേ. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്നാണോ നീ? സ്വന്തമായിട്ട് ഞാൻ പുതിയ 2 വണ്ടി മേടിച്ചിട്ട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. എന്നിട്ട് കുറെ പിള്ളേര് പഠിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആരെയും പഠിപ്പിച്ചില്ല. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. അവര് വണ്ടി ചീത്തയാവൂലേ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാ? എന്ത് ന്യായെന്നാ സാറീ പറയുന്നത്? വണ്ടി ഓടിക്കാൻ പഠിക്കാത്തോണ്ടല്ലോ അവര് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വരുന്നത്. അപ്പൊ അവര് പഠിപ്പിക്കണ്ടേ? അവരെ നീ എന്താണ് പഠിപ്പിക്കാത്തത്? എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. ലൈസൻസ് ഇല്ലാത്തത്? വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ വേണ്ട ലൈസൻസ്.
എടാ എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയായാലും നാട്ടിൽ പോയി ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോളണം. ആരുടെ ഭാര്യയുടെ കൂടെ? നിന്റെ ഭാര്യ എന്റെ ഭാര്യ. അല്ലാണ്ട് വേറെ ആരെങ്കിലും ഭാര്യ ആ, വേറെ ആരെങ്കിലും. പറഞ്ഞു നിർത്തില്ല. നിന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്റെ ഭാര്യ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ ജയിലിനകത്തേക്ക് എന്തിനാ എന്റെ ഭാര്യ വന്നെ? സാറേ അവളെ കടത്തി എടാ അവൾക്ക് എന്തോ അത്യാവശ്യം നിന്നോട് പറയാണ്ടെന്ന് പറഞ്ഞ് മോളിന് പെർമിഷൻ എടുത്തിട്ടാണ് അവളെ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ടാ? ആ ഒന്ന് മാർഗം എത്ര നാളെ കണ്ടിട്ട് എന്നെ ചക്കരനെ പറ്റിയ പാട്ടാണ്. മൂന്നെണ്ണം വിട്, മൂന്നെണ്ണം വിട്. അതിന്റെ 3 കീറിപ്പോ. സാറേ എന്റെ വൈഫ്, അയ്യോ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? നരകത്തിലാണോ നിൽക്കണത്? അതന്നെ ഭാര്യ എടുത്ത് കിടണ്ടില്ല, അപ്പൊ നരകമാണത്. എന്റെ ആശ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ചേട്ടാ കരയാതെ ചേട്ടാ, കരയാതെ കരയാതെ കരയാതെ. ആ കരച്ചിന്റെ ബാക്കി കുറച്ച് അത് അവക്കിൽ ഇഷ്ടപ്പെടില്ല. ഞാൻ കരയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആശേ, എന്തോ ഒരു സന്തോഷ വാർത്ത. എന്താ? നാളെ റിലീസ് ആവുകയാണ്. ഏത് പടം? അതല്ല, ഞാൻ നാളെ റിലീസ് ആവുകയാണ്. ഏത് തിയേറ്ററിലാ? ആന്റപ്പാ പോയി തല്ലി പോയി കിടക്കടാ. എടാ ഇവളുടെ കൂടെ ജീവിക്കണ നീ വല്ല തടവിശിച്ച് അനുഭവിക്കണാണ്. എന്റെ ആശയ നാളെ ഞാൻ ഈ ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. എന്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞു. എന്റെ ഈശ്വരോ, നാശിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എരണങ്ങട്ടവനാ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ അപ്പ എരണക്കേടായിട്ട് വന്നോളും. ഇവിടെ മനുഷ്യൻ നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഇനി മുതൽ ജയിൽ പുള്ളികൾക്ക് 3 ഇരട്ടിയാ കൂലി. ആ സത്യോട് ഞാനത് പറയാൻ വേണ്ടി കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല നമ്മുടെ കാലാവധി കഴിഞ്ഞു പോയില്ലേ? ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നേ. ഞാനൊരു ആശാ വർക്കറല്ലേ. ഇത്രയും കാലം ആ സെക്രട്ടറിന്റെ മുമ്പിൽ പോയി സമരം ചെയ്തിട്ട് നക്കപ്പിച്ചേ ഞങ്ങക്ക് കൂട്ടി കെട്ടിയത്. ഇത് തോന്നിയ മാസം ചെയ്ത് ജയിലിൽ കിടക്കണവനൊക്കെ 3 ഇരട്ടി കൂലി. കൂലി കൂട്ടിന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടെന്നറിയോ? എന്റെ പൊന്നെ, എന്തൊക്കെ സ്വപ്ന കണ്ടത്? ടൗണിൽ നല്ലൊരു ഫ്ലാറ്റ്, കാറ്, പിന്നെ ബാങ്ക് ബാലൻസ്. നിങ്ങൾ അങ്ങോട്ട് വന്ന ഇത് വല്ലതും നടക്കുവോ? സാറേ അതെ, അവിടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ആളുകൂടെ എന്നെ ഇവിടെ ഇടാൻ പറ്റുമോ സാർ? അതെങ്ങനെയാണ് സാധിക്കണത്? നിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞില്ലേ? നീ നാളെ പോണ ഇവിടുന്ന്. സാറ് പറയണത് ഇവിടെ നിന്ന് പോണെന്നാ പറയണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. സാറ് അവള് പറയണ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എടാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ ഇത് കഴിഞ്ഞ് നീ പോണം. സാറ് സമ്മതിക്കണം. നമുക്ക് വീട്ടിലേക്ക് സാറ് സമ്മതിക്കണം. ഇവിടെ നിക്കണ്ട. ഇതെന്തൊരു കഷ്ടമാണ് നോക്ക്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാതിരിക്കാൻ പറ്റുമോ? ഇത്രയും വൃത്തികെട്ട ഒരു മോഹൻലാലിനെ എന്റെ ജീവിതം കഷ്ടം. നമുക്ക് ഒന്ന് എടാ ഇതൊന്നും നടക്കൂല. സംഭവം ശരി, നിന്റെ ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനെന്നാ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, നീ പുറത്തിറങ്ങിയിട്ടേ നീ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യും. അപ്പൊ നിന്നെ പിടിച്ചകത്തിടും. പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങോട്ട് പോയി. പിന്നെ ഞാനിനി പുറത്തു പോയി ഒരു ക്രൈം ചെയ്ത് അത് കോടതിയിലായി, സ്റ്റേഷനിലായി, കേസായി, അതിന്റെ വിധിയൊക്കെ വരുമ്പോ എത്ര വർഷം പിടിക്കും? എടാ അതാ നടക്കുള്ളൂ, അതൊക്കെ നടക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും നടക്കൂല. അതൊക്കെ നടക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. എന്ത് വകുപ്പ്? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ഇവിടെ തന്നെ കിടന്നാ മതിയല്ലേ, ഇവിടുന്ന് പുറത്തു പോകാതെ. അല്ല ഏത് ഐഡിയ ഞാൻ പറഞ്ഞതേ. എങ്ങനെയാ? അല്ലേ നമ്മൾ ഇവിടുന്ന് അകത്ത് കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ തൊടാന്ന് കരുതട്ടാ. ഇവിടെ പോലീസ് സൂപ്രണ്ടാണ്. എന്റെ സ്വാതന്ത്ര്യം അറിയാല. മുട്ടിന്റെ ചിരട്ട അടിച്ച് പൊട്ടിച്ച ആളാണ് ഞാൻ. അല്ല സാറല്ലേ എന്റെ മുട്ടിന്റെ ചിരട്ട തല്ലി പിടിച്ചത്. അപ്പൊ പിന്നെ സാറിനെ തല്ലി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലി കഴിഞ്ഞാൽ എന്തായാലും അകത്ത് കിടക്കാം. സാറേ ഈ മൂക്കിലിടിക്കുന്ന ഞാനാട്ടാ. എന്തിനാണ് എന്റെ മൂക്കിലിടിക്കണത്? സാറ് പറഞ്ഞില്ല എനിക്ക് ശിക്ഷയിൽ അളവ് തരാന്ന്. എനിക്ക് അളവ് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, പുറത്തു വേണ്ട സാറേ. ഇനിയിപ്പോ ഞങ്ങളെ അകത്തിട്ട് പൂട്ടിക്കോ. ഇനി ഒരു 12 വർഷം കഴിഞ്ഞ് കാണാൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാം കേട്ടോ. ഫ്ലാറ്റ്, വീട് എല്ലാം. നിങ്ങൾ ഇപ്പഴും ഒരു ചോണക്കുട്ടനായത്. അറിഞ്ഞിരിക്കണ സാറെന്തിനാ? എടാ
ഞാൻ സന്തോഷം കൊണ്ട് ചിരിക്കണാണ്. സന്തോഷം കൊണ്ടാ? നാളെ മുതൽ നിങ്ങൾക്ക് 3 ഇരട്ടി ശമ്പളം കൂട്ടണ. അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല. ഇല്ലാന്ന്. അതിൽ നിന്ന് 30% നിങ്ങളൊക്കെ ദേഹോപദ്രവിപ്പിച്ച എനിക്കാടാ. ബാക്കി 50% നിങ്ങളുടെ കുടുംബക്കാർക്ക് കിട്ടും. അതിന് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടുള്ളടാ. അപ്പൊ നാളെ മുതൽ എനിക്ക് ശമ്പളത്തിന് ശമ്പളം, ലീവിന് ലീവ്, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് 30% തുകയും. അപ്പൊ ആരാടാ ഈ കൂട്ടത്തിൽ കേമൻ? അപ്പൊ നീ തന്നെയാ കേമൻ? അയ്യോ സോറി സാർ, സാർ എന്റെ കേമൻ.